വെണ്ടയ്ക്ക ഇഷ്ടമാണോ നിങ്ങൾക്കൊക്കെ? എനിക്ക് തീരെ അങ്ങ് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഈ കാണുന്ന ഒരു രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടാക്കി കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വെണ്ടയ്ക്കയോട് തന്നെ ഒരു സ്നേഹം തോന്നിപ്പോയി. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. വട്ടത്തിൽ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ പാം ഓയിലാണ് ഫ്രൈ ചെയ്തത്, വെളിച്ചെണ്ണയൊന്നും എടുത്തിട്ടില്ല. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് തണുത്ത ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞു വെച്ച നിലക്കടലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് നല്ല ജീരകം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി വന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എനിക്കിതൊരു തമിഴ് ചാനലിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റാണ്. വെണ്ടയ്ക്ക വിരോധികളൊക്കെ വെണ്ടയ്ക്കയെ സ്നേഹിച്ച് പോകുന്ന ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു, ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകത്തില്ലല്ലോ അല്ലേ? നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ടാറ്റ.